അവിശ്വാസികളൊക്കെ തലപൊക്കി വിശ്വാസികളായി തുടങ്ങി കേട്ടോ. കഴിഞ്ഞ 10 വർഷം CPM കേരളം ഭരിച്ചപ്പോൾ, CPMൻ്റെ മന്ത്രിമാർ ദേവസ്വം ബോർഡ് ഭരിച്ചപ്പോൾ ശബരിമലയിൽ ചാനൽ ലൈവ് ദൃശ്യങ്ങളിൽ നാം കണ്ടതാണ് ദേവസ്വത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന, അവർക്ക് കരുതലില്ലാത്ത മന്ത്രിമാർ എന്തൊക്കെയാണ് ശബരിമല അയ്യപ്പനെ മുന്നിൽ ചെന്നതെന്ന് കാട്ടിക്കൂട്ടിയതെന്ന്. ചന്ദനം തുടയ്ക്കുന്നു, തിരിഞ്ഞു നിൽക്കുന്നു, നട തുറക്കുമ്പോൾ താഴേക്ക് നോക്കുന്നു. പിന്നെ എന്തിനാണ് ഇവരവിടെയൊക്കെ പോകുന്നത്? എന്താണ് ശബരിമലയിലെ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് പറയാനുണ്ടായിരുന്നതെന്ന്? ഞങ്ങൾ നിരീശ്വരവാദികളാണ്, ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല എന്നൊക്കെ അല്ലേ. എന്നിട്ടെന്തായി? ഇപ്പോൾ കിടന്നോടുന്നു കണ്ടില്ലേ? ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയില്ലേ? ശബരിമല അയ്യപ്പൻ്റെ കട്ടളപ്പടി അടിച്ചു മാറ്റിയില്ലേ? ഇപ്പോഴെന്തായി? വരുന്നുണ്ട് അടുത്ത പ്രത്യേക അന്വേഷണ സംഘം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇതാ വീണ്ടും CITUക്കാർ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. നിയമമുണ്ട്. അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ യൂണിയനുകളുടെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒരു പ്രവർത്തനമോ കൊടിയോ തോരണമോ ഒന്നും പാടില്ലെന്ന് കോടതി വിധിയുമുണ്ട്. പക്ഷെ CPMക്കാർക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോഴുമുണ്ട് CPMന് ഒരു സംഘടന, ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ. എന്താണ് ഇപ്പോൾ അവരുടെ പരിപാടി? അംഗങ്ങളെ ചേർക്കുക. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ നിയമനം ലഭിച്ച ചില വാച്ചർമാർ ജോലിയിൽ പ്രവേശിക്കാനെത്തി. ഇതോടെ CIT യൂണിയൻ നേതാക്കളും കൂടോടെ ഇളകി വന്നു. നിർബന്ധിച്ച് മെമ്പർഷിപ്പ് നൽകി. ഇല്ലെങ്കിൽ ക്ഷേത്ര മതിൽക്കെട്ടിൽ കയറ്റില്ലെന്നൊരു ഭീഷണിയും. വ്യാപകമായ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. അമ്പലപ്പുഴ AC ഓഫീസിൽ ഇപ്പോഴും ഇടത് യൂണിയൻ നേതാക്കളുടെ ആധിപത്യമുണ്ടെന്നാണ് പരാതി. അമ്പലപ്പുഴ ഗ്രൂപ്പിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ഇവരെ പേടിച്ച് നട തുറക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രം വിടേണ്ട ഗതികേടുമാണ്. ഭരണം മാറിൻ്റെ നെകളിപ്പൊന്നും ഇവിടെ വേണ്ടെന്നും ഞങ്ങൾ ഇവിടെ തന്നെ കാണുമെന്നൊക്കെയാണ് ജോലിയിൽ പ്രവേശിക്കാനെത്തിയ വാച്ചർമാരോട് യൂണിയൻ നേതാക്കളുടെ ഭീഷണി. ഭവിഷ്യത്ത് അറിയുമെന്നും പിന്നെ കണ്ടോളാമെന്നും ഒക്കെ ഇവർ വെല്ലുവിളി മുഴക്കിയിട്ടുണ്ട്. പക്ഷേ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള CITUവിൻ്റെ നേരത്തെ തന്നെയുള്ള ഒരു അജണ്ട തന്നെയാണ് ഇപ്പോഴും അവർ നടപ്പാക്കുന്നത്. ഭരണം പോയാൽ എന്ത്, തങ്ങൾക്ക് തങ്ങളുടെ കാര്യം, ദേവസ്വം ബോർഡിൽ തങ്ങൾ ഭരിക്കുമെന്നാണ് ഇപ്പോൾ അവരുടെ നിലപാട്. പക്ഷെ ഒന്ന് ഓർത്തോണം, കടകംപള്ളി സുരേന്ദ്രനല്ല, VN വാസവനല്ല ഇപ്പോൾ കേരളത്തിലെ ദേവസ്വം വകുപ്പ് കൈയാളുന്ന മന്ത്രി. സാക്ഷാൽ K മുരളീധരനാണ്. ഗുരുവായൂരപ്പൻ്റെ പ്രിയ ഭക്തരായ K കരുണാകരൻ്റെ മൂത്ത പുത്രൻ K മുരളീധരൻ. അതുമാത്രമല്ല, ആരെ എങ്ങനെ എവിടെ നിർത്തണമെന്ന് K മുരളീധരൻ എന്ന രാഷ്ട്രീയ അധികാരിന് വ്യക്തമായി അറിയാം. എന്തായാലും വിശ്വാസികൾക്ക് പകുതി സമാധാനമായിട്ടുണ്ട് K മുരളീധരൻ ദേവസ്വം മന്ത്രിയായപ്പോൾ. ഇനിയെങ്കിലും ദേവസ്വം വക വസ്തുക്കൾ, സ്വത്തുവകകൾ അന്യാധീനപ്പെട്ടു പോകാൻ ഒരു വിശ്വാസിയായി വരുന്ന മന്ത്രി അനുവദിക്കില്ലെന്ന ഒരു ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ ശബരിമലയിലും മറ്റ് പ്രമുഖ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഈ വിശ്വാസിയായ മന്ത്രി, UDF മന്ത്രി K മുരളീധരൻ നെറ്റിയിലെ ചന്ദനം കളയില്ലെന്ന് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിൽ ചെന്ന് പിന്നാമ്പറം കാണിച്ച് നിൽക്കേണ്ടി വരുന്ന ഗതികേട് K മുരളീധരൻ ഉണ്ടാകില്ലെന്നും ഉറപ്പുണ്ട്. കാരണം എല്ലാ വർഷവും മണ്ഡലം മകരവിളക്ക് സീസൺ കാലത്ത് കെട്ടും കെട്ടി ശബരിമല അയ്യനെ കാണാൻ എത്തുന്നതാണ് ഈ K മുരളീധരൻ. അദ്ദേഹമാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കൂടി അധികാരമുള്ള ദേവസ്വം മന്ത്രിയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ജീവനക്കാർക്കും ക്ഷേത്രത്തിലെ വിവിധ സംരക്ഷണ സമിതികൾക്കുമൊക്കെ ഏറെ പ്രതീക്ഷയാണ്. ശബരിമലയിലടക്കം ഇനി ഒരു ഹിന്ദുമത വിശ്വാസിയായ ഒരു മന്ത്രി ഉണ്ടായിരിക്കുന്നു. മന്ത്രി ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ, വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഈ K മുരളീധരൻ എന്ന ദേവസ്വം മന്ത്രി ഉണ്ടാകുമെന്ന അമിതമായ പ്രതീക്ഷയാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നത്.